ഹായ് ഫ്രണ്ട്സ്, ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം ഞാനൊന്ന് എഴുതി കാണിക്കാം കേട്ടോ. അവഗാഡ്രോ നിയമം ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. അവഗാഡ്രോ ലോ അല്ലെങ്കിൽ അവഗാഡ്രോ നിയമം മനസ്സിലാലോചിച്ചേ. അവഗാഡ്രോ നിയമം എന്ന് പറയുമ്പോൾ വ്യാപ്തം അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം കൂടും. വളരെ സിമ്പിളായ പ്രിൻസിപ്പിളാണ്, വളരെ ബേസിക്കാണ്. പക്ഷെ ബ്രാക്കറ്റിൽ ചെറിയൊരു കണ്ടീഷനുണ്ട്. മർദ്ദം സ്ഥിരമാണ്, താപനില എന്നിവ ഉറപ്പായിട്ടും സ്ഥിരമായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉറപ്പായി നോക്കിക്കോണം. തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം കൂടുന്നു. ബ്രാക്കറ്റിലെ കണ്ടീഷൻ വിട്ടുപോകരുത്. മർദ്ദം താപനില എന്നിവ സ്ഥിരമാണ്. ഇറ്റ് ഈസ് PQ ആണ്. 2014 LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവഗാഡ്രോ നിയമത്തിൻ്റെ ശരിയായ സമവാക്യം എഴുതുക. മർദ്ദം ഇവിടെ പറഞ്ഞ പോലെ തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം കൂടുന്നു, തന്മാത്രകളുടെ എണ്ണം കുറയും തോറും വ്യാപ്തം കുറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സൈനാണ്. തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം കൂടുന്നു, തന്മാത്രകളുടെ എണ്ണം കുറയും തോറും വ്യാപ്തം കുറയുന്നു. ഇറ്റ് ഈസ് PQ 2014 LDC. പക്ഷേ ബ്രാക്കറ്റിൽ മർദ്ദം താപനില എന്നിവ സ്ഥിരം. ആ ഒരു പോയിന്റ് ഒരു കാരണവശാലും വിട്ടുപോകരുത്. അതാണ് പോയിന്റ്. 4 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ 2014 LDC ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ മതി. 4 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മർദ്ദം ഓരോ ഓപ്ഷനിൽ 4 ഓപ്ഷനിലും തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടുമെന്ന് പറഞ്ഞു കാണും. അല്ല, ഓരോ ഓപ്ഷനിൽ മർദ്ദം മാത്രം സ്ഥിരം, അടുത്ത ഓപ്ഷനിൽ താപനില മാത്രം സ്ഥിരം, അടുത്ത ഓപ്ഷനിൽ മർദ്ദവും താപനിലയും സ്ഥിരവും, അടുത്ത ഓപ്ഷനിൽ നൺ ഓഫ് ദീസ്. ഇങ്ങനെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ? തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം കൂടുന്നു. ബ്രാക്കറ്റിൽ മർദ്ദം താപനില എന്നിവ സ്ഥിരം എന്നൊരു പോയിന്റ് വിട്ടുപോകരുത്, അതിനെ ചേർത്തേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഒന്നും പരാമർശമില്ല, എന്നാലും നമുക്കൊന്ന് കഴിഞ്ഞിട്ട് പറയാം. ലങ്സിൻ്റെ കേസ് ഒന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞേ. നമ്മളെ ലങ്സിൻ്റെ കേസിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയല്ലേ. നമ്മളിങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത്, എയറിനെ ഇങ്ങനെ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ലങ്സ് കൺട്രാക്റ്റ് ചെയ്യും, അല്ല ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്? നമ്മുടെ ലങ്സിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ലങ്സിലെ തന്മാത്രകളുടെ എണ്ണം ചെറിയ അക്ഷരം N കൊണ്ട് സൂചിപ്പിക്കാം. തന്മാത്രകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, മീൻസ് ലങ്സിലെ വോളിയം കൂടും. ഓക്കെയാണ്. റൈറ്റ്. തൊട്ട് താഴെ തിരിച്ചാലോചിച്ചേ. നമ്മൾ ലങ്സിൽ നിന്ന് വായു തന്മാത്രേനെ പുറത്ത് കളഞ്ഞു. ലങ്സിൽ നിന്ന് വായു തന്മാത്രകളെ പുറത്ത് കളയുമ്പോൾ ലങ്സ് കൺട്രാക്ട് ചെയ്യും, കാരണം വായു തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ചുരുങ്ങും. ഓക്കെയാണോ? ആലോചിച്ച് നോക്കി. അപ്പോൾ ലങ്സിൻ്റെ കേസ് ആലോചിച്ച് നോക്കുക. നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റൂടെ? അകത്തേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടിയപ്പോൾ വ്യാപ്തം കൂടി, ലങ്സിൻ്റെ വ്യാപ്തം കൂടി. അകത്തുള്ള വായു തന്മാത്ര ഇരിക്കാൻ ഒരുപാട് സ്ഥലമായി. അതുപോലെ വായു തന്മാത്രയെ പുറത്ത് കളയുന്ന സമയത്ത് ലങ്സിലെ വ്യാപ്തം എന്താണ്? തന്മാത്ര ഏരിയയുള്ള വ്യാപ്തം കുറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? തന്മാത്രകൾ മൊത്തം പുറത്തു പോയി, വ്യാപ്തം കുറഞ്ഞു, കൺട്രാക്റ്റീവ്, ലങ്സ് ചുരുങ്ങി. കഴിഞ്ഞിട്ട് പറഞ്ഞൊരു എക്സാമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കൈന്ന് പറഞ്ഞ എക്സാമ്പിളാണ്. പക്ഷേ അവിടെ എക്സാമ്പിളിന് അല്ല പ്രസക്തി. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലും രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും എക്സാമ്പിളിന് കാര്യമായ പ്രസക്തി ഉണ്ട്. പക്ഷേ ഈ അവഗാഡ്രോ നിയമത്തിൽ എക്സാമ്പിളിന് പ്രസക്തി ഇല്ല. പകരം ഇക്വേഷനാണ് പ്രസക്തി. ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷും കൂടെ കിട്ടിയായിരുന്നോ? ചെറിയ അക്ഷരം N ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. ഓക്കെ അല്ലേ? ബ്രാക്കറ്റിൽ P ആൻഡ് T ഈസ് ഈക്വൽ ടു സ്ഥിരം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്. P ആൻഡ് T ഈസ് ഈക്വൽ ടു സ്ഥിരം അല്ലെങ്കിൽ ഏതാ? കോൺസ്റ്റൻറ്റ്. ശരി, ഓക്കെ അല്ലേ? നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിനെ, കുറച്ച് കണക്കൂടെ പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ കണക്കിനെ ബോർഡിലേക്ക് നോക്കി പരിശോധിക്കാം. ഒന്നാമതൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. 42 ഗ്രാം. ഹെഡിങ് കൊടുക്കും. ഒരു പേപ്പർ എടുത്തിട്ട് എല്ലാ ആൾക്കാരും ഹെഡിങ് കൊടുക്കുക. ആറ്റങ്ങളുടെ എണ്ണം. ഹെഡിങ് കൊടുത്തായിരുന്നോ? ഒരു ഹെഡിങ് കൊടുത്തേക്കണം. ആറ്റങ്ങളുടെ എണ്ണമെന്ന് ഹെഡിങ് കൊടുത്തു. ഇനി ആലോചിച്ചേ. 42 ഗ്രാം നൈട്രജനിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര?
നമ്മുടെ പ്രധാന ഹെഡിങ് കൊടുത്തായിരുന്നു, ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് ഹെഡിങ് കൊടുത്തില്ലേ. അടുത്ത സബ് ഹെഡിങ് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പരിശോധിച്ചേ, 42 ഗ്രാം നൈട്രജനിലെ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണം പറഞ്ഞിട്ട് 42 ഗ്രാം നൈട്രജൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 99% നിങ്ങൾക്കൊരു ഹിൻഡ് തരും. ഹിൻഡ് എന്തായിരിക്കും? അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. ഹിൻഡ് ഇങ്ങനെ ആയിരിക്കും, അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 14 ഗ്രാം. 14 ഗ്രാം എന്നൊരു ഹിൻഡ് തരും. ഒരു ഹിൻഡ് എന്തായാലും തന്നില്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചേ പറ്റൂ. അപ്പം ഞാനത് ലിസ്റ്റ് എഴുതി തരാം. കുറച്ച് മൂലകങ്ങളുടെയും കുറച്ച് തന്മാത്രകളുടെയും അറ്റോമിക് മാസും മോളിക്കുലാർ മാസും നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ തന്നില്ലെങ്കിൽ നമുക്ക് കൈന്നിട്ട് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? 42 ഗ്രാം നൈട്രജനിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അതല്ലേ ക്വസ്റ്റ്യൻ. ഹിൻഡ് കൊടുത്തേക്കുന്നത് എന്താ? അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 14 ഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ബോർഡിലേക്ക് നോക്കിയേ, അറ്റോമിക് മാസ് കൊടുത്തിരിക്കുന്ന അറ്റോമിക് മാസ് എത്രയാണ്? അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു 14 ഗ്രാം അല്ലേ? ആ 14 ഗ്രാം ആർക്ക് തുല്യമാണെന്ന് കരുത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മോള്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 GAM. എന്താ GAM? ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു 6.023 × 10⁻23 ആറ്റങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും ആദ്യം ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തോ. ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് അത്രയൊന്ന് ബോക്സിലാക്കിയേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം 42 ഗ്രാം നൈട്രജനിലെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഇക്വേഷനെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഇക്വേഷനെ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഹിൻഡ് എന്താണ് കണ്ടത്? ഹിൻഡ് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 14 ഗ്രാം. ഓക്കെ അല്ലേ? അപ്പോൾ അറ്റോമിക് മാസ് 14 ഗ്രാം എന്ന് കിട്ടി. അത് 1 മോളിന് തുല്യമാണെന്ന് വിചാരിക്കും. ഇസ് ഈക്വൽ ടു 1 മോൾ ഇസ് ഈക്വൽ ടു 1 ഗ്രാം അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു 6.023 × 10⁻23 ആറ്റങ്ങൾ. പഠിച്ച് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? അപ്പോൾ ആദ്യം ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 42 ഗ്രാം നൈട്രജൻ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം മനസ്സിലായി, 14 ഗ്രാം നൈട്രജൻ ഈസ് ഈക്വൽ ടു 1 മോള്. അപ്പോൾ ആലോചിച്ചേ, നമുക്കൊരു കാര്യം മനസ്സിലായി, 14 ഗ്രാം നൈട്രജൻ ഈസ് ഈക്വൽ ടു എന്താണ്? 1 മോൾ എന്ന് മനസ്സിലായെങ്കിൽ ബോർഡിലേക്ക് നോക്കിയേ, 42 ഗ്രാം നൈട്രജൻ ഈസ് ഈക്വൽ ടു ഹരിച്ചാൽ പോരെ? 42/14 ചെയ്താൽ പോരെ? അപ്പോൾ എത്ര വരും ആൻസർ? 3 മോള്. അതല്ലെങ്കിൽ ആൻസർ 3 ഗ്രാം. അതല്ലെങ്കിൽ ആൻസർ 3 × 6.023 × 10⁻23 ആറ്റങ്ങൾ. ഗുണിക്കണ്ട, നിങ്ങളത് 18 ഗുണിച്ചിടേണ്ട ആവശ്യമില്ല. പകരം ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇങ്ങനെയാണ് ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. പഠിച്ചോ? അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ മോൾ വെച്ചിട്ടായിരിക്കും 3 മോൾ, 4 മോൾ, 5 മോൾ, 6 മോൾ, 7 മോൾ എന്ന് പറഞ്ഞ് പോകാം. അതല്ലെങ്കിൽ ഗ്യാം വെച്ചിട്ടായിരിക്കും 3 ഗ്രാം, 4 ഗ്രാം, 5 ഗ്രാം, 6 ഗ്രാം എന്ന് പറഞ്ഞ് പോകാം. അതും അല്ലെങ്കിൽ 3 × 6.023 3 × 10⁻23 4 × 6.023 5 × 6.023 6 × 6.023 അങ്ങനെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് കൃത്യമായി പരിശോധിക്കുക. ഓക്കെ ആണേ. അപ്പം ഓപ്ഷൻ ഒന്നെങ്കിൽ മോൾ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗ്രാം അടിസ്ഥാനത്തിൽ. ഗ്രാം എന്ന വാക്കിനടുത്തും ഗ്രാം അറ്റോമിക് മാസ്. അതല്ലെങ്കിൽ 3 × എന്ന് പറഞ്ഞ് കൊടുക്കാം. ഗുണിച്ച് വെക്കരുത്, അങ്ങനെ ഇട്ടാൽ മതി. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന ഒഫീഷ്യൽ ഫോർമാറ്റ്. കറക്റ്റ്. ആദ്യം എന്ത് ചെയ്യുക? അറ്റോമിക് മാസ് എടുത്തിട്ട് 14 ഗ്രാം എന്ന് കണ്ട് അതിനെ മോളാക്കി ക്രിയേറ്റ് ചെയ്ത് അതിനെ ഈ ഒരു ഇക്വേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഹരിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ എഴുതാം. പക്ഷേ അത്രയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത്രയും പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒഫീഷ്യലി എഴുതുമ്പോൾ ഇങ്ങനെ പോവാം. മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് എഴുതി പോവാം. അറ്റോമിക് മാസ് ആർക്ക് സമാനം? ഈസ് ഈക്വൽ ടു 1 മോൾ. 1 മോൾ ഈസ് ഈക്വൽ ടു 1 ഗ്രാം. 1 ഗ്രാം ഈസ് ഈക്വൽ ടു 6.023 × 10⁻23 ആറ്റങ്ങൾ. 14 ഗ്രാം നൈട്രജൻ ഈസ് ഈക്വൽ ടു 1 മോൾ ആണെങ്കിൽ 42 ഗ്രാം ഈസ് ഈക്വൽ ടു 3 മോൾ. നമുക്കിതാ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഈ പോർഷനിൽ വെച്ച് വളരെ സിമ്പിളായി കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുകൂടെ ആലോചിച്ചേ, മനസ്സിൽ കൊണ്ടുവന്നേ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ റിപ്രൊഡ്യൂസ് ചെയ്യുന്നു. 42 ഗ്രാം നൈട്രജൻ. നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് 42 ഗ്രാം നൈട്രജനിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 14 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അറ്റോമിക് മാസ് കൊടുത്തിട്ടില്ലേ? ആറ്റങ്ങളുടെ എണ്ണം അല്ലേ ചോദിച്ചേക്കുന്നത്? അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഒറ്റ അടിക്കാൻ ആൻസർ കിട്ടില്ലേ? ഹരിച്ചാൽ പോരെ?
42/14 കഴിഞ്ഞു. എത്രയാണോ അറ്റോമിക് മാസ് മൊത്തത്തിൽ കൊടുത്തേക്കുന്ന എത്രയാണോ ആ കൊടുത്തേക്കുന്ന അളവിനെ അറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ചാൽ പോരെ, ആൻസർ കിട്ടി, കഴിഞ്ഞു. 3ൽ തുടങ്ങുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഓപ്ഷനിൽ കാണൂ. അത് ഉറപ്പായിട്ടും ഒന്നെങ്കിൽ 3 മോള് അല്ലെങ്കിൽ 3 ഗ്യാം. ആറ്റങ്ങളുടെ എണ്ണമാണെങ്കിൽ ഗ്യാം എന്ന് പറയണം. തന്മാത്രകൾക്ക് വേറെയാണ്, പറഞ്ഞുതരാം. ആറ്റങ്ങളുടെ എണ്ണമാണെങ്കിൽ ഗ്യാം എന്ന് പറയണം, ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ ഒന്നെങ്കിൽ 3 മോള് അല്ലെങ്കിൽ 3 ഗ്യാം അല്ലെങ്കിൽ 3 × 6.02 2 × 10⁻23 മൈനസ് വേണ്ട 10⁻23 തന്മാത്ര മോളിക്കൂൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ 3 മോള് അതല്ലെങ്കിൽ 3 ഗ്യാം നേരത്തെ എഴുതിയായിരുന്നല്ലോ, അതല്ലെങ്കിൽ 3 × 6.02 2 × 10⁻23 ആറ്റങ്ങൾ. എന്തായാലും 3ൽ തുടങ്ങുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തൊരാളെ നമുക്ക് പരിചയപ്പെടാം. ബോർഡിലേക്ക് നോക്കിയിരുന്നേ, എനിക്കത് മായ്ക്കാമല്ലോ അല്ലേ? 42 ഗ്രാമിൻ്റെ അതങ്ങ് മായ്ക്കാം, നമുക്ക് അത്രയും സ്പേസ് അവിടെ കിട്ടുമല്ലോ. അത്രയും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അല്ലേ? ശരി, ഇനി ബോർഡിലേക്ക് നോക്കിയിരുന്നേ. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് 32 ഗ്രാം ഓക്സിജനിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? 32 ഗ്രാം ഓക്സിജനിലെ തന്മാത്രകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെയധികം എളുപ്പമാണ്. അറ്റോമിക് മാസ് = 16. ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. വളരെ എളുപ്പമാണ് ആൻസർ. 32/16 ആൻസർ കഴിഞ്ഞില്ലേ? ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്ര? 8. മാസ് നമ്പർ എത്ര? 16. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? 2 മോള് = 2 ഗ്രാം = 2 × 2 × 6.02 3 × 10⁻23. 32 ഗ്രാം ഓക്സിജൻ ഓക്കെയാണ്. അപ്പം അവിടുത്തെ കേസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് അറ്റോമിക് മാസിനെ കാണാതെ പഠിച്ചു വെക്ക്. മനസ്സിൽ കുറച്ച് അറ്റോമിക് മാസിനെ, മോളിക്കുലാർ മാസ് കാണാതെ പഠിച്ചു വെക്കാം. അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാണാതെ പഠിക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കേണ്ടത്, നിങ്ങൾ നോക്ക്, ഓക്സിജനെ ആദ്യം കാണാതെ പഠിക്കുക. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ഗ്രാം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നൈട്രജൻ്റെ അറ്റോമിക് മാസിനെ ആദ്യം കാണാതെ പഠിക്കുക. നൈട്രജൻ അറ്റോമിക് മാസ് 14 ഗ്രാം എന്ന് കാണാതെ പഠിക്കുക. അതുപോലെ കാർബണിൻ്റെ അറ്റോമിക് മാസിനെ കാണാതെ പഠിക്കുക, 12 ഗ്രാം എന്ന് പഠിക്കുക. ഓക്കെയാണ്. അപ്പോൾ ആ 3 പേരെ പഠിച്ചാൽ അത്യാവശ്യം നമുക്ക് ഒന്നെങ്കിൽ ഹിൻ്റായിട്ട്, അതാണ് ഒരു 99% ചാൻസ്, അറ്റോമിക് മാസ് ഹിൻ്റായിട്ട് നിങ്ങളുടെ ബ്രാക്കറ്റിൽ തരും. ആ ക്വസ്റ്റ്യൻ്റെ ബ്രാക്കറ്റിൽ ഉറപ്പായിട്ടും കൊടുക്കും. അങ്ങനെ കൊടുത്താൽ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഹരിച്ചെടുക്കാൻ കഴിഞ്ഞു. ആറ്റങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞു. അതല്ലെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടീസ് പ്രോബ്ലത്തിൽ കൊടുത്തേക്കുന്ന അത്രയും പേരെ കാണാതെ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടീസ് പ്രോബ്ലമായിട്ട് കൊടുത്തേക്കുന്ന അത്രയും പേരെ കാണാതെ പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട് 16 ഗ്രാം, നൈട്രജൻ 14 ഗ്രാം, കാർബൺ 12 ഗ്രാം. കാണാതെ പഠിച്ചു വെക്ക്. വെച്ചു. ഇനി അടുത്ത ഒരു സെഷനിലോട്ട് പോന്നു. തന്മാത്രകളുടെ എണ്ണം എന്ന് പറഞ്ഞ സെഷനിലേക്ക് പോന്നു. തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ഗ്ലൂക്കോസ്. 360 ഗ്രാം ഗ്ലൂക്കോസിലെ തന്മാത്രകളുടെ എണ്ണം. 360 ഗ്രാം ഗ്ലൂക്കോസിലെ തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ബ്രാക്കറ്റിൽ എന്ത് തന്നിരിക്കും? മോളിക്കുലാർ മാസ് തന്നിരിക്കും. മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം കാണാതെ പഠിക്കുക. മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് 180 ഗ്രാം. ഇങ്ങനെ തരാനാണ് ചാൻസ്. 360 ഗ്രാം ഗ്ലൂക്കോസിലെ തന്മാത്രകളുടെ എണ്ണം, മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്, 180 ഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എളുപ്പമല്ലേ? ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം ഫോർമാറ്റിൽ ഒറ്റയടിക്കാൻ ചെയ്തോ, ആൻസറായി 360/180, ആൻസർ 2. കഴിഞ്ഞടേ 2. ഇനി ഓപ്ഷൻ്റെ പോസിബിലിറ്റി എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ 2 മോളെന്ന് കാണാൻ പറ്റും, അതല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണമായതുകൊണ്ട് അതിനെ ഗ്രാം അല്ല, പകരം GMM. എന്താണ് GMM? എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും ഗ്രാം മോളിക്കുലാർ മാസാണ് ഏത്? GMM. കഴിഞ്ഞില്ല, തൊട്ട് താഴെ അല്ലെങ്കിൽ കാണാൻ പറ്റും 2 × 6.02 3 × 10⁻23 തന്മാത്രകൾ. മനസ്സിലായി? വളരെ എളുപ്പമാണ്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എത്രയാണോ അളവ് കൊടുത്തിരിക്കുന്നത് ആ അളവിനെ കൊടുത്തിരിക്കുന്ന മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ചേ അതിനെക്കാട്ടി വലുതായിരിക്കും എന്തായാലും. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ആ 180ൻ്റെ ഗ്ലൂക്കോസിൻ്റെ കേസ് തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ ഉറപ്പായിട്ട് 180ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ചോദിക്കുന്നത്.
അത് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും അടുത്തൊരാളെ ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കാമല്ലോ. മനസ്സിലാലോചിച്ച് നോക്കിയേ. ഫോർ എക്സാമ്പിൾ 68 ഗ്രാം അമോണിയ. 68 ഗ്രാം അമോണിയയിലെ തന്മാത്രകളുടെ എണ്ണം 68 ഗ്രാം അമോണിയയിലെ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അവിടെ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു 17 ഗ്രാം എന്ന് ഓപ്ഷനിൽ കാണാൻ അല്ലെങ്കിൽ ഹിൻ്റായിട്ട് കാണാൻ പറ്റും. എളുപ്പമാണ്, കഴിഞ്ഞു. 68/17 ചെയ്താൽ പോരെ? നമ്മൾ നേരത്തെ പറഞ്ഞ കുറുക്ക് വഴി അനുസരിച്ചിട്ട് 68/17 അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 68/17 എന്ന് പറയുമ്പോൾ നമുക്ക് 17, 34, 51, 68 അപ്പം 4. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഒന്നുകിൽ 4 മോള് അല്ലെങ്കിൽ 4 GMM. തന്മാത്രകളുടെ എണ്ണം വരുമ്പോൾ GMM ആയി, ഗ്രാം മോളിക്കുലാർ മാസ്. ആറ്റങ്ങളുടെ എണ്ണം ആണെങ്കിൽ ഗ്രാം ആണ്, അത് ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ആൻസർ 4 × 6.023 × 10⁻23. 4 മോള് അല്ലെങ്കിൽ 4 GMM അല്ലെങ്കിൽ 4 × 6.023 × 10⁻23. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള വഴി. ഇനി നേരത്തെ അല്ല, നിങ്ങൾക്ക് ആ ഒരു നേരത്തെ എഴുതിയ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് കൂടെ ചെയ്ത് കാണിച്ചേക്കാം കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് കൂടെ ചില ആൾക്കാർക്ക് സംശയം കാണും. അപ്പം ഞാൻ ആ സ്റ്റെപ്പ് കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം. കാരണം ആറ്റങ്ങളുടെ എണ്ണത്തിന് നമ്മൾ ആ സ്റ്റെപ്പ് എഴുതി കാണിച്ചു. തന്മാത്രകളുടെ എണ്ണം വരുമ്പോഴേ ബോർഡിലേക്ക് നോക്ക്. ഇവിടെ കൊടുത്തേക്കുന്ന മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു 17 ഗ്രാം. ശരിയല്ലേ? 17 ഗ്രാം ആർക്ക് സമാനമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മോള്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 GMM. GMM എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ്. GMM ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 6.023 × 10⁻23. ഓക്കെ അല്ലേ? ആദ്യം ആ ഇക്വേഷനെ ക്രിയേറ്റ് ചെയ്തു. ശേഷം 17 ഗ്രാം ഈസ് ഈക്വൽ ടു നമുക്ക് മനസ്സിലായി 17 ഗ്രാമാണ് 1 മോൾ എന്ന് മനസ്സിലായി. അപ്പോൾ ഉറപ്പിച്ചോ, 68 ഗ്രാം എന്ന് പറയുമ്പോൾ ഹരിച്ചെടുത്താൽ പോരെ? നേരത്തെ പറഞ്ഞ പോലെ 68/17. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 4 മോള്. അത്രയും പോകേണ്ട ആവശ്യമില്ല. എന്നാലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ 1, 2 വട്ടം ഒന്ന് എഴുതി പോകാം, പിന്നെ അങ്ങോട്ട് എഴുതരുത്. കാരണം സമയം എക്സാമിൽ വളരെ കുറവാണ്. നമുക്കൊരു ക്വസ്റ്റിന് 45 സെക്കൻഡാണ്. നമ്മൾ എവിടെയാണോ സമയം സേവ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ 68/17 ചെയ്താൽ ആൻസറായി 4 മോള് അല്ലെങ്കിൽ 4 GMM അല്ലെങ്കിൽ 4 × 6.023 × 10⁻23. ഗുണിച്ചു വെക്കരുത്, പകരം 4 × അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ തൊട്ട് താഴെ ഞാൻ ഒരാളെയും കൂടെ പഠിപ്പിച്ചു തരാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ചെയ്തോ നിങ്ങൾ. അതും കൂടെ അങ്ങ് ചെയ്തോ. 90 ഗ്രാം വാട്ടർ. 90 ഗ്രാം വാട്ടർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ടറിൻ്റെ അറ്റോമിക് മോളിക്കുലാർ മാസ്, തന്മാത്രകളുടെ കേസിൽ മോളിക്കുലാർ മാസ് എന്നും മൂലകങ്ങളുടെ കേസിൽ അറ്റോമിക് മാസ് എന്നും വിളിച്ചേക്കണം കേട്ടോ. അപ്പോഴും നോക്ക്, ജലത്തിൻ്റെ കേസിൽ 18 ഗ്രാം അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളാണ് ആൻസർ. 90/18 5. 18, 36, 72, 5. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്താണ്? 5 മോള്. ഈസ് ഈക്വൽ ടു എന്താണ്? 5 GMM. ഈസ് ഈക്വൽ ടു എന്താണ്? 5 × 6.023 × 10⁻23. കഴിഞ്ഞു. പക്ഷെ ഇത് ഇത്ര എളുപ്പത്തിൽ ചെയ്തതിന് കാരണം എന്താണ്? നമുക്ക് അവിടെ മോളിക്കുലർ മാസ് തന്നിരുന്നു. ഇനി അവിടെ നിങ്ങൾ ഇപ്പം തന്നെ ഒരു 3 പേരുടെ മോളിക്കുലർ മാസ് അങ്ങ് എഴുതി പഠിച്ചേ. 3 പേരുടെ മോളിക്കുലർ മാസ് ഇപ്പം തന്നെ എഴുതി നിങ്ങളുടെ ബോക്സിലോട്ട് മാറ്റാമല്ലോ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ, വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് കാണാതെ പഠിച്ചു 18. അതുപോലെ തന്നെ അമോണിയൻ്റെ മോളിക്കുലർ മാസ് കാണാതെ പഠിച്ചു 17. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് കാണാതെ പഠിച്ചു. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് 180 ഗ്രാം. ഗ്ലൂക്കോസിൻ്റെ മാസ് 180 ഗ്രാം, അമോണിയ 17 ഗ്രാം, വാട്ടർ 18 ഗ്രാം ഒക്കെ കാണാതെ പഠിച്ചു. അത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഈ മോളിക്കുലർ മാസ് കാണാതെ പഠിച്ചു വെച്ചാൽ ഹിൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം എല്ലാവരുടെയും പഠിക്കണമെന്ന്. എല്ലാവരുടെയും പഠിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രാക്ടീസ് പ്രോബ്ലത്തിൽ കൊടുക്കത്തുള്ളൂ. ആ പ്രാക്ടീസ് പ്രോബ്ലത്തിലെ എല്ലാം കാണാതെ പഠിച്ചു പറ്റും. അതിൽ കൊടുത്തേക്കുന്ന ഒരു 10-ൽ താഴെ ആൾക്കാർ കാണും. ആറ്റോമിക് മാസും മോളിക്കുലർ മാസും എല്ലാം അവിടെ ചേർത്ത് 10-ൽ താഴെ ആൾക്കാർ കാണും. ആ 10-ൽ താഴെയുള്ള ആൾക്കാരെ കൃത്യമായി കാണാതെ പഠിച്ചു വെച്ചേക്കുക. അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. അത് കൃത്യമായി കാണാതെ പഠിച്ചു വെക്കുക. അതും ഓക്കെയാണേ. ഇനി നിങ്ങൾ ആലോചിച്ചേ, മറ്റൊരു ക്വസ്റ്റ്യനുണ്ട്, എങ്ങനെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാമെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ ഹിൻറ്റ് കൊടുത്തേക്കുന്നു പറഞ്ഞു. അപ്പോൾ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ബോർഡിലേക്ക് നോക്കി. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ,
ഗ്ലൂക്കോസിൻ്റെ ഇക്വേഷൻ എന്താണ്? C6H12O6. ഇവിടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ആലോചിച്ചേ, കാർബണിൻ്റെ മോളിക്കുലാർ മാസ്, കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. ഈ 3 കാര്യങ്ങളെ അറിയാമെങ്കിൽ മാത്രമേ അവിടെ മോളിക്കുലാർ മാസ്, ഈ 3 മൂലകങ്ങളിലെ അറ്റോമിക് മാസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ അല്ലേ? ഇനി ബോർഡിലേക്ക് നോക്കിയേ. ഫോർ എക്സാമ്പിൾ ബോർഡിലേക്ക് നോക്കിയേ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. കാർബണിൻ്റെ മാസ് 12, അപ്പോൾ 6 × 12. പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഇൻറ്റു അറ്റോമിക് മാസ് 1, അപ്പോൾ 1. പ്ലസ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഇൻറ്റു എത്ര അറ്റോമിക് മാസ്? 16, അപ്പോൾ 6 × 16. ഇനി എല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് കൂട്ടിയെടുത്തേ. 12 × 6 72, 12 × 12 12, പ്ലസ് 16 × 6 96, കൂട്ടിയെടുത്തേ 180 വരത്തില്ലേ? വരും. പഠിച്ചു. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസാണ് എത്ര? 180 ഗ്രാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരാളെയും കൂടെ എഴുതി കാണിക്കാമല്ലോ. വാട്ടറിനെയും കൂടെ അങ്ങനെ എഴുതി കാണിക്കാം. അപ്പോൾ അതിവിടെ വെച്ച് എഴുതാൻ പറ്റും. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2, എണ്ണം 1, അപ്പോൾ 2 × 1. പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 1. ഓക്സിജൻ്റെ മാസ് എത്ര? 16, അപ്പോൾ ഇൻറ്റു 16. കൂട്ടിയെടുത്തേ 18 വരത്തില്ലേ? വരും. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ തന്മാത്ര കൊടുത്താൽ തന്മാത്ര മോളിക്കുലാർ മാസ് കാണാൻ പാടൊന്നുമില്ല. പക്ഷേ ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ മൂലകങ്ങളുടെയും മാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കുറച്ചൊക്കെ കാണാതെ പഠിച്ചു വെക്ക്. ഇനി നമ്മൾ മറ്റൊരു വഴിയെ എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. ആ വഴീൻ്റെ പേര് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയേ. നമ്മൾ ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറിനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ആരെ കിട്ടാം? അറ്റോമിക് മാസ് കിട്ടാം. ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ അറ്റോമിക് മാസ് കിട്ടാൻ എവിടേക്കോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്? അത് എല്ലാ കേസിലും വർക്കൗട്ടല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓക്സിജൻ്റെ കേസിൽ കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ × 2 16, കറക്റ്റാണ്. നൈട്രജൻ്റെ കേസിലും കുഴപ്പമൊന്നുമില്ല. അവിടെ അറ്റോമിക് നമ്പർ 7 × 2, മാസ് നമ്പർ എത്ര? 14. അതുപോലെ തന്നെ കാർബണിൻ്റെ കേസിന് വലിയ കുഴപ്പമൊന്നുമില്ല. അറ്റോമിക് നമ്പർ 6 × 2, മാസ് നമ്പർ 12. ഓക്കെ അല്ലേ? പക്ഷേ ഇതെല്ലാ കേസിലും വർക്കൗട്ട് ആവില്ല. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 17 അപ്പോൾ × 2 ചെയ്യുമ്പോൾ മാസ് നമ്പർ 34 വരുമോ? ഇല്ല. മാസ് നമ്പർ എത്രയാണ്? 35.5. അതുപോലെ തന്നെ അടുത്തൊരാളെ ആലോചിക്കാം. സോഡിയത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 11. നമ്മുടെ കണക്കനുസരിച്ച് 11 × 2 22 വരണ്ടേ? മാസ് നമ്പർ വരത്തില്ല. പകരം എത്ര വരും? 23. ഓക്കെയാണോ? ക്ലോറിൻ്റെത് 35.5, സോഡിയത്തിൻ്റെത് 23. തിരിയരുത്. അപ്പോൾ എല്ലാ കേസിലും അറ്റോമിക് നമ്പറിനോട് 2 ഗുണിച്ചാൽ മാസ് നമ്പർ കിട്ടത്തില്ല. അത് ഒരു പ്രോപ്പറായ വഴിയല്ല. കണ്ടോ? ഓക്സിജനും നൈട്രജനും കാർബണും ഓക്കെ. പക്ഷേ ക്ലോറിൻ്റെ കേസിലും സോഡിയത്തിൻ്റെ കേസിലും തിരിഞ്ഞു. ക്ലോറിൻ 17 × 2 34 വരേണ്ടടുത്ത് 35.5 വന്നു. സോഡിയം 22 വരേണ്ടടുത്ത് 23 വന്നു. 11 × 2 22, 23 വന്നു സോഡിയത്തിൻ്റെ. ഇതാണ് കറക്റ്റ്. 23 സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കണക്ക് ചെയ്യാനൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അത്രയും ആൾക്കാരൊന്നും കാണാതെ പഠിച്ചു വെക്ക്. നേരത്തെ പറഞ്ഞ പോലെ ആരെയൊക്കെ പറഞ്ഞു? ഓക്സിജൻ ഇപ്പം തന്നെ കുറേ പേരെ പഠിച്ചില്ലേ? ഓക്സിജൻ 16, നൈട്രജൻ 14, കാർബൺ 12, വാട്ടർ 18, ഗ്ലൂക്കോസ് 180, പിന്നെ അമോണിയ 17. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ കാണാറങ്ങ് പഠിച്ചു വെക്കുന്നതാണ് വൃത്തി. ഓക്കെ അല്ലേ? പോകാമല്ലോ. അടുത്ത മുന്നോട്ട് നിങ്ങൾ പോകുമ്പോഴും നോക്കിക്കോണേ. ഒരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞാൽ ആ സെഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മോളാർ ഓളിയം ഇവിടെ അങ്ങ് എഴുതി കാണിക്കാം. നിങ്ങളൊന്ന് ബോർഡിലേക്ക് നോക്കിയിരുന്നേ. മോളാർ ഓളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം. ലാസ്റ്റ് കൺസെപ്റ്റാണ് മോളാർ ഓളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം. പഠിച്ചായിരുന്നോ? മോളാർ ഓളിയം അല്ലെങ്കിൽ ഏതാ? മോളാർ വ്യാപ്തം. മോളാർ ഓളിയം അല്ലെങ്കിൽ ഏതാ? മോളാർ വ്യാപ്തം. മോളാർ ഓളിയം അല്ലെങ്കിൽ ഏതാണ്? മോളാർ വ്യാപ്തമാണ് കൺസെപ്റ്റ്. അത്രേ ഓക്കെ അല്ലേ? ഇനി ആലോചിച്ചിരുന്നേ, നമ്മൾ എവിടെയാണോ മോളാർ ഓളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തത്തെ പറ്റി സംസാരിക്കുന്നത്, നമ്മൾ എവിടെയാണോ മോളാർ ഓളിയത്തെ പറ്റി സംസാരിക്കുന്നത് അപ്പോഴേ മനസ്സിലേക്ക് കൊണ്ടുവരാം STP.
എന്താണ് STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എത്രയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ? 273 കെൽവിനാണ്. പ്രഷർ എത്രയാണ്? 180 m. അപ്പം ഏതെങ്കിലും ഒരു വാതകം STPയിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിൻ്റെ ടെമ്പറേച്ചർ 273 കെൽവിനാണ്, അതിൻ്റെ പ്രഷർ 180 m ആണ്. ഇനി ആലോചിക്കാം, അതിൻ്റെ മോൾ എത്ര ആയിരിക്കും? ഉറപ്പായിട്ടും 1 മോൾ ആണെങ്കിൽ 1 മോൾ എന്ന് പറയുമ്പോൾ 6.023 × 10⁻23 ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും? 22.4 ലിറ്റർ കപ്പാസിറ്റി. ഇതാണെന്ത്? മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം കഴിഞ്ഞു. ഒന്നുകൂടെ ആലോചിച്ചേ, ഏതെങ്കിലും ഒരു വാതകം, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, സൾഫർ, നൈട്രജൻ, ഏതൊരു വാതകത്തെ എടുത്താലും അത് STPയിലാണോ? ഉറപ്പിച്ചോ, ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 180. STP എന്ന വാക്കിൻ്റെ എക്സ്പാൻഷൻ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി STPയിലാണോ? 1 മോളേ ഉള്ളൂ, തന്മാത്രകളുടെ എണ്ണം 1 മോളേ ഉള്ളെങ്കിൽ ഉറപ്പിച്ചോ അതിൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ കപ്പാസിറ്റി ആയിരിക്കും. ഈ 22.4 നമുക്ക് എന്ത് വിളിക്കാം? മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, 1 മോൾ STPയിലെ 1 മോൾ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. STPയിലെ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ കപ്പാസിറ്റി. വീണ്ടും STPയിലെ 1 മോൾ കാർബൺ മോണോക്സൈഡിൻ്റെ വ്യാപ്തം എത്ര? 22.4 ലിറ്റർ കപ്പാസിറ്റി. വീണ്ടും STPയിലെ 1 മോൾ സൾഫർ ഡയോക്സൈഡിൻ്റെ വ്യാപ്തം എത്ര? 22.4 ലിറ്റർ കപ്പാസിറ്റി. വാതകത്തിൻ്റെ പേരിന് പ്രസക്തിയില്ല. ആലോചിച്ചാൽ മതി, 1 മോൾ ആണോ? STP ആണോ? 1 മോൾ ആണോ? ഉറപ്പിച്ചോ, വ്യാപ്തം 22.4 ലിറ്റർ കപ്പാസിറ്റി. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, ഇങ്ങോട്ട് എഴുതുകയാണ്. നോക്കുക, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, 1 മോള് STPയിലുള്ള അമോണിയയുടെ വ്യാപ്തം. 1 മോളാണോ? STP ആണോ? അമോണിയാണോ? വ്യാപ്തം 22.4 ലിറ്റർ. വീണ്ടും അതുപോലെ തന്നെ 1 മോളാണോ? STP ആണോ? കാർബൺ ഡയോക്സൈഡ് ആണോ? വ്യാപ്തം 22.4 ലിറ്റർ. അതുപോലെ തന്നെ ഇത് 1 മോളാണെങ്കിലാണ് 22.4. അപ്പോൾ 2 എന്ത് പറ്റും? 2 മോളാണെങ്കിൽ 22.4 × 2 വരത്തില്ലേ? കഴിഞ്ഞു. 44.8. വീണ്ടും 2 മോളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 22. അത് 1 മോളെ ചോദിക്കാറുള്ളൂ. ഒരു പക്ഷേ എങ്ങാനും 2 മോളെങ്ങാനും കയറി ചോദിച്ചാൽ അവിടെ കൺഫ്യൂഷൻ ആയിക്കരുത്. 2 മോളാണോ? STP ആണോ? ഉറപ്പായും 22.4 × 2 കൊടുത്താൽ മതി, 44.8 കിട്ടും. ആൻസർ കഴിഞ്ഞു. റൈറ്റ്. ഓക്കെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന കുറേ പ്രാക്ടീസ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ മതി, കൃത്യമായി നോക്കിയാൽ കുറേ പ്രാക്ടീസ് പ്രോബ്ലംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? കുറേ പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ട്. അവിടെ എല്ലാം പറയുന്നു 1 മോൾ. അവിടെ എല്ലാം പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അവിടെ എല്ലാം പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, 1 മോളാണ്. അവിടെ എല്ലാം പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 1 മോളാണ്. അതുപോലെ തന്നെ STPയിലാണ്, 1 മോളാണ്. STPയിലാണോ? ഏതൊരു വാതകത്തിൻ്റെ പേരിന് പ്രസക്തിയില്ല. 1 മോളാണോ? STPയിലാണോ? കപ്പാസിറ്റി ഉറപ്പായിട്ടും 22.4 ലിറ്റർ. ആ 22.4 എന്ത് വിളിക്കാം? അതിനെ മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം എന്ന് വിളിക്കാം. അതിനെ മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കഴിഞ്ഞു. ആ ടോപ്പിക്ക് അവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.